സംഗീതത്തെ സ്വന്തം ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ഈ അന്ധഗായകനെ ഒരുപക്ഷെ നമ്മൾ ആരും അറിയില്ല. ഈ പാട്ട് കേട്ടു നോക്കൂ. നമുക്കൊക്കെ വേണ്ടതും അറിയുന്നതും വർണ്ണശബളിമ നിറഞ്ഞ ചലച്ചിത്ര ചാനൽ ലോകത്തെ ത്രസിപ്പിക്കുന്ന ഗായകരെയല്ലേ ഗാനങ്ങളും. 74-കാരനായ പാലക്കാട് സ്വദേശി സ്വാമിനാഥൻ ആനപ്പാറയിലെ അഗതി മന്ദിരത്തിൽ എത്തിയ ശേഷം ഇവിടെ അന്തേവാസികളെല്ലാം ഏറെ സന്തോഷത്തിലാണ്. കാരണം എല്ലാവരുടെയും ദുഃഖങ്ങൾ സ്വാമിനാഥന്റെ സംഗീത സാഗരത്തിൽ മുങ്ങും. കണ്ണനെക്കുറിച്ച് സ്വാമിനാഥൻ പാടുന്ന അലൈപ്പായുതേ എന്ന ഗാനം കേട്ടുനോക്കൂ. പാടിയുറക്കാം എന്ന താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങാൻ ഈ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ. കുട്ടിക്കുപ്പായം എന്ന സിനിമയിലെ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും സ്വാമിനാഥ പരിപാലയ എന്ന ഗാനവും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അന്ധനായ സ്വാമിനാഥന്റെ ഗുരു അച്ഛൻ തരകൻ അപ്പുകുട്ടനായിരുന്നു. ഗുരുമുഖത്ത് നിന്നാണ് വർണ്ണങ്ങളും കീർത്തനങ്ങളും പഠിച്ചത്. ഒപ്പം ഹാർമോണിയം വായിക്കാനും പഠിച്ചു. ഈ പഠനത്തിനിടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ താറുമാറായി. എങ്ങനെയെന്ന് ചോദിച്ചാൽ അന്ധനായ സ്വാമിനാഥന് എന്ത് പറയാൻ കഴിയും? ഒരു ഇതൊന്നുമില്ല. എനിക്ക് 24 മണിക്കൂർ നേരം സംസാരിച്ചുകൊണ്ടിരിക്കണം, പത്രം വായന കേൾക്കണം, പിന്നെ ക്ലാർനെറ്റ് കച്ചേരി കേൾക്കണം, ഫ്ലൂട്ട് കച്ചേരി കേൾക്കണം. ഇങ്ങനെയുള്ള ആളാണ് ഞാൻ. ഇവിടെ ജയിൽമുറി മാതിരി എനിക്ക് ജയിൽമുറിയാണ്. ഇവിടെയുള്ളവർക്ക് എനിക്ക് ഭക്ഷണമൊന്നും കാര്യമൊന്നുമല്ല. എനിക്ക് എന്നും പാട്ടും ഭജനയുമായി ഞാൻ മരിക്കുന്നത് വരെ, മരണം വന്ന് തലയിൽ കയറുമ്പോഴും അങ്ങനെ അബോധാവസ്ഥയിൽ വരുമ്പോഴും അപ്പോഴും ഞാൻ മനസ്സിലെങ്കിലും പാടും. ഭഗവാനെ വിളിച്ച് പാടുമ്പോൾ എനിക്ക് ഇനിയൊരു ജന്മം, നല്ലൊരു ജന്മം കിട്ടും. പിന്നീട് എപ്പോഴോ വിശന്ന് തളർന്നപ്പോൾ വീട് വിട്ടിറങ്ങി. തെരുവുകളിൽ പാടി വിശപ്പടക്കി. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ആ യാത്ര വിശ്രമമില്ലാതെ തുടർന്നു. എന്തിനേറെ പറയുന്നു, അവസാനം ഈ അഗതി മന്ദിരത്തിൽ അന്തേവാസിയായി എത്തി. ഇവിടെ എല്ലാവരെയും പാടിയുറക്കി സ്വാമിനാഥൻ കഴിയുന്നു. അടുത്ത ജന്മം കാഴ്ചയുള്ളൊരു ഗായകനായി ജനിക്കാൻ വേണ്ടി മാത്രം.